ശബരിമല ക്ഷേത്ര മാഹാത്മ്യം. ഭാരതത്തിലെ എണ്ണമറ്റ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ദക്ഷിണേന്ത്യയിലെ കേരളത്തിൽ പത്തനംതിട്ട ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ശബരിമല. വർഷം കൂടുന്തോറും കോടിക്കണക്കിന് ഭക്തജനങ്ങളാണ് ഇവിടെ ദർശനം നടത്തുന്നത്. അവരുടെ സംഖ്യ ഓരോ വർഷം തോറും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു പ്രാവശ്യം ശബരിമല ചവിട്ടിയ ഭക്തൻ പിന്നീട് എല്ലാ വർഷവും തുടരുന്നു. അയ്യപ്പനെ ഒരു നോക്ക് കാണുന്നതിന് വ്രതനിഷ്ഠയോടെ മുടങ്ങാതെ എത്തുന്ന ലക്ഷക്കണക്കിന് ഭക്തന്മാരുണ്ട്. ഇവിടെ വലിയവനെന്നോ ചെറിയവനെന്നോ ഇല്ല, ജാതിയും മതവും ഇല്ല. തികച്ചും മതസൗഹാർദ്ദത്തിന്റെ ഒരു പ്രതീകമാണ് ശബരിമല. ദിവ്യമായ ഒരു ചൈതന്യം വിളങ്ങുന്നു എന്നതിന് തെളിവാണ് ഈ നിയന്ത്രിക്കാനാവാത്ത ഭക്തജന സഹസ്രങ്ങളുടെ ഇവിടേക്കുള്ള വരവ്. ഭക്തിയുടെ അന്തരീക്ഷത്തിൽ മുഴങ്ങിക്കേൾക്കുന്ന ശരണം വിളികൾ കൊടും കാടുകളും മലമ്പ്രദേശങ്ങളും ഏതൊരു മനുഷ്യന്റെയും മനസ്സിൽ ആനന്ദം ഉളവാക്കുന്നു. ഒരു ദിവ്യശക്തിയുടെ പ്രേരണയാണ് ഭക്തനെ ശബരിമലയിലേക്ക് ആകർഷിക്കുന്നത്. എന്താണ് ആ ശക്തി? എത്രയോ ഭക്തന്മാർക്ക് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. തിരുവാഭരണം കൊണ്ടുവരുന്ന സമയത്ത് പരുന്ത് പ്രത്യക്ഷപ്പെടുന്നു. മകരജ്യോതിസ് തെളിയുന്ന സമയത്ത് ആകാശത്ത് കത്തിജ്വലിച്ചു നിൽക്കുന്ന മകരനക്ഷത്രം, ഇതെല്ലാം ആ ദിവ്യശക്തിയുടെ തെളിവാണ്. യുക്തിവാദത്തിന് ഇതിനെതിരെയൊന്നും നിരത്താനാവില്ല. അങ്ങനെ എത്രയെത്ര സമാനമായ തെളിവുകൾ. അയ്യപ്പൻ ആരാണ്? അദ്ദേഹത്തിന്റെ ജന്മ ഉദ്ദേശം എന്തായിരുന്നു? പുരാണത്തിൽ വ്യത്യസ്ത കഥകളാണ് കാണുന്നത്. എന്നാൽ സാക്ഷാൽ അയ്യപ്പൻ ശാസ്താവിന്റെ അവതാരമാണ്. ഹരിയും ഹരനും ചേർന്നുണ്ടായ ഹരിഹരപുത്രനാണ്. കയ്യിൽ പിറന്നതുകൊണ്ട് കയ്യപ്പൻ എന്ന പേര് വന്നു. പിന്നീടത് അയ്യപ്പനായി. അതാണ് സാക്ഷാൽ മണികണ്ഠൻ. ജനിക്കുമ്പോൾ കണ്ടത്തിൽ മണിയുണ്ടായിരുന്നു. അങ്ങനെ അയ്യപ്പൻ മണികണ്ഠനായി. ഹരിയും ഹരനും ചേർന്നപ്പോൾ ഹരിഹരസുതനായി. പന്തളത്ത് രാജാവ് വളർത്തിയപ്പോൾ പന്തള രാജകുമാരനായി. പമ്പാ തീരത്ത് കളിച്ചു വളർന്നതുകൊണ്ട് പമ്പാവാസനായും. അയ്യപ്പൻ ഭക്തന്മാർക്കിടയിൽ ഭക്തി പകർന്നുകൊണ്ട് നിൽക്കുന്നു. മതസൗഹാർദ്ദത്തിന്റെ പ്രതീകമായിട്ടാണ് അയ്യപ്പൻ നിലകൊള്ളുന്നത്. യുക്തിയുക്തമായ ഒരു അധ്യാത്മശാസ്ത്ര സമീപനം ശബരിമലയിൽ കാണാൻ കഴിയും. മറ്റു ക്ഷേത്രങ്ങളിൽ ചെന്നാൽ ലഭിക്കുന്ന ഭക്തിമാർഗമല്ല ഭക്തന് ശബരിമലയിൽ ലഭിക്കുന്നത്. ശബ്ദമുഖരിതമായ അന്തരീക്ഷം സ്വാമിയെ ശരണമയ്യപ്പ എന്ന ശരണമന്ത്രത്തിന് അയ്യപ്പ ആരാധനയിലൂടെയുള്ള ആധ്യാത്മതയുടെ ആത്മപ്രചോദനം ഉളവാക്കുന്നു. ജനസഹസ്രങ്ങളുടെ നാവിൽ നിന്ന് ഒരേ ഒരു മന്ത്രം. ആ മന്ത്രത്തിന്റെ ഓങ്കാരം മാധുര്യമേറിയതാണ്. മനസ്സറിഞ്ഞ് മന്ത്രിക്കുന്ന ദുഃഖത്തിൻ്റെതാണ്. ശബരിമലയിലെ വൃക്ഷലതാദികളും കാറ്റിൽ ഈ മന്ത്രം ഉരുവിടുന്നു. അതാണ് ശബരിമലയുടെ സവിശേഷത. ദർശനം അമൂല്യമാണ്. അതൊരിക്കലും വിലമതിക്കാനാവാത്ത നിർവചനമാണ്. ഓങ്കാരപ്പൊരുളിന്റെ നാമധേയം ഈ പ്രപഞ്ചം നിലനിൽക്കുന്ന കാലത്തോളം ഉയർന്നു കേൾക്കാം. അനന്യമാണ് ശബരിമല തീർത്ഥാടനം. മറ്റൊരു തീർത്ഥാടനത്തിനും കാണാൻ കഴിയാത്ത വ്രതശുദ്ധിയും ജനകീയതയും ശബരിമല തീർത്ഥാടനത്തിനുണ്ട്. ഇവിടെ സ്വാമിയും ഭക്തനും ഒന്നാണ്. കാട്ടിലെ മരങ്ങളിലും മൃഗങ്ങളിലും ഭക്തന്മാർ കാണുന്നത് ഭഗവത് ചൈതന്യമാണ്. ഈ ചൈതന്യമാണ് ശബരിമല തീർത്ഥാടനത്തെ മറ്റ് തീർത്ഥാടനങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. ഇനി ഞാൻ അയ്യപ്പന്റെ അവതാര ചരിത്രത്തെക്കുറിച്ചാണ് പറയുന്നത്. ശാസ്താവിന്റെ അംശമാണ് അയ്യപ്പൻ. അയ്യപ്പന്റെ ജനനത്തിന് കാരണങ്ങൾ പുരാണ കഥകളിൽ വ്യത്യസ്തമായ കഥാഗതികളായിട്ടാണ് വിവരിച്ചിരിക്കുന്നത്. മഹാവിഷ്ണുവിന്റെ മോഹിനി രൂപത്തോടെയാണ് കഥ തുടങ്ങുന്നത്. അസുരന്മാരിൽ നിന്ന് അമൃത കൈക്കലാക്കുന്നതിനും ഭസ്മാസുരനെ വധിക്കുന്നതിനും വേണ്ടി വിഷ്ണു മോഹിനി രൂപം ധരിച്ചു. വിഷ്ണുവിന്റെ സൗന്ദര്യമറ്റുന്ന രൂപം കണ്ട് മഹേശ്വരന് മോഹമുദിച്ചു. അങ്ങനെയാണ് അയ്യപ്പന്റെ ജനനമെന്ന് പറയുന്നത്. ആദ്യകാല പുരാണ ശാസ്ത്രങ്ങളിൽ ശാസ്താവിനെ പറ്റി പറയുന്നില്ല. എന്നാൽ ഭൂതനാഥ പുരാണങ്ങളിൽ ശാസ്താവിനെ കുറിച്ച് വിവരിക്കുന്നുണ്ട്. ശാസ്താവിനെ പറ്റി പല ഐതിഹ്യങ്ങളുമുണ്ട്. ഒരിക്കൽ കാട്ടിൽ വെച്ച് പരശുരാമൻ ശാസ്താവിനെ കണ്ടുമുട്ടി.
അപ്പോൾ പരശുരാമൻ ശാസ്താവിനോട് പറഞ്ഞു, സ്വാമി, ഞാൻ കേരളത്തിന്റെ വടക്കേ അറ്റം മുതൽ തെക്കേ അറ്റം വരെ കേരളത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി അങ്ങയുടെ ഏതാനും പ്രതിഷ്ഠ നടത്തി ക്ഷേത്രങ്ങൾ പണിതു. ഇപ്പോൾ അങ്ങയെ കണ്ടുമുട്ടിയ ഈ ശബരിമലയിലും അങ്ങയുടെ പ്രതിഷ്ഠ നടത്തി പൂജിച്ചു കൊള്ളട്ടെ. ശാസ്താവ് അങ്ങനെ പരശുരാമന് അനുവാദം നൽകി. അങ്ങനെ പരശുരാമനാലാണ് ശബരിമല ക്ഷേത്രം ഉണ്ടായതെന്ന് പറയുന്നു. മറ്റൊരു കഥ ഇങ്ങനെയാണ്. പാണ്ഡ്യരാജാവ് നായാട്ടിനായി ഒരിക്കൽ കാട്ടിൽ പോയി. അവിടെ വെച്ച് അതീവ തേജസ്വിയായ ഒരു യുവാവിനെ കണ്ടുമുട്ടി. ഈ യുവാവിന്റെ പിതാവ് ആരാണെന്ന് ചോദിച്ചപ്പോൾ ഈശ്വരനാണെന്നും ലോകമാണ് തറവാടെന്നും ഈ യുവാവ് പാണ്ഡ്യരാജാവിനോട് പറഞ്ഞുവത്രേ. ഇതിൽ പ്രീതി പൂണ്ട രാജാവ് യുവാവിനെ തന്റെ സൈന്യത്തിലാക്കി എന്നുമാണ് ഐതിഹ്യം. ശാസ്താവിന് പുഷ്കലയെന്നും പൂർണ്ണ എന്നും പേരുള്ള 2 ഭാര്യമാരുണ്ടെന്നും അതിൽ സത്യകൻ എന്നു പേരുള്ള ഒരു മകനുണ്ടെന്നും കാണിക്കുന്നു. എന്നാൽ പന്തളത്ത് രാജാവ് നായാട്ടിന് കാട്ടിൽ ചെന്നപ്പോൾ അവിടെ നിന്നാണ് മണികണ്ഠനെ കിട്ടിയതെന്നാണ് പന്തളം കൊട്ടാര ചരിത്ര രേഖകളിൽ കാണുന്നത്. ഇതാണ് ശരിയായ ചരിത്രമെന്ന് പഴയ കാലഘട്ടത്തിലെ താളിയോലകളിൽ നിന്ന് ഉറപ്പിക്കാൻ കഴിയുന്നതിന് വേണ്ടത്ര തെളിവുകൾ പന്തളം കൊട്ടാരത്തിൽ നിന്നും സൂക്ഷിച്ചിട്ടുണ്ട്. പന്തളം കൊട്ടാരം പമ്പാ നദീതീരം അയ്യപ്പന്റെ ജനനവുമായി വളരെയധികം പ്രാധാന്യം വഹിക്കുന്നുണ്ടെന്ന് ഏതൊരു ഭക്തനും അനുമാനിക്കാൻ കഴിയും. ധർമ്മശാസ്താവിനെ പറ്റിയുള്ള കഥകൾ ഭൂതനാഥ പുരാണത്തിൽ പറഞ്ഞു വരുന്നുണ്ട്. ശ്രീസുത ശൗനക സംവാദ രൂപത്തിലാണ് ഈ ഗ്രന്ഥത്തിൽ ശാസ്താവിനെ പറ്റി പറഞ്ഞിട്ടുള്ളത്. മഹനീയമായ ഭഗവത കഥാചരിതം, പന്തളവാസം, സ്വർണാലയ പ്രതിഷ്ഠ, ഭൂതനാഥ ഗീത, പൂജാവിധി, ശബരിമല ക്ഷേത്രത്തിന്റെ നിർമ്മാണം എന്നിവ വിശദമായി പ്രതിപാദിച്ചിരിക്കുന്നു. അങ്ങനെ വരുമ്പോൾ അയ്യപ്പൻ പന്തളത്ത് വളർന്ന് എന്ന് അനുമാനിക്കാൻ കഴിയും. മഹിഷി വധത്തിനാണ് അയ്യപ്പന്റെ ജനനമെന്ന് കാണുന്നുണ്ട്. ശാസ്താവ ചരിത്രത്തിൽ പുരാണ പുരുഷനായും അയ്യപ്പൻ ബ്രഹ്മചാരിയായും മഹായോഗിയുമായ ചരിത്ര പുരുഷനുമാണ്. തന്റെ ജീവിത ലക്ഷ്യം പൂർത്തീകരിച്ചതിന് ശേഷം ശബരിമലയിലെത്തി യോഗസാക്ഷി കൊണ്ട് ശാസ്താവിൽ വിലയം പ്രാപിച്ചുവെന്നാണ് പറഞ്ഞു വരുന്നത്.